ഹായ് അങ്ങനെ ദേവിക്ക് അബോർഷൻ ആവാൻ കാരണം അലോകാണെന്നുള്ള സത്യം പുറത്ത് വരാൻ പോവാണ് സാന്ത്വനത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൽ. അപ്പോൾ അവിടെയൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ തരണം കേട്ടോ. അപ്പോൾ ആദ്യം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ ഇൻസ്പെക്ടർ ദേവമംഗലംകാരെ ഒരു സൈഡിൽ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ടുണ്ട്, മറ്റൊരു സൈഡിൽ ഉദയഭാനുവിനെയും ശ്രീകലയും നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരോടും കൂടെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിലൊക്കെ ഒരു വ്യക്തത കിട്ടാൻ വേണ്ടി അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവമംഗലംകാർ ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ എന്താണോ അതൊക്കെ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്. ഈ ദേവി നുണ പറഞ്ഞതും അത് വീട്ടിൽ പിടിച്ചതും പുറത്താക്കിയതും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ഇപ്പുറത്ത് ഉദയഭാനു ശ്രീകലയാണെങ്കിൽ എൻ്റെ മോളെ ഉപദ്രവിച്ചേ, എൻ്റെ മോളെ തല്ലിയേ എന്ന് പറഞ്ഞ് ആ പറഞ്ഞ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം എല്ലാം കേട്ടിട്ട് ഇൻസ്പെക്ടർ ദേവമംഗലംകാരോട് പറയാണ്, ദേ നോക്ക്, ഇവരുടെ മോള് നുണ പറഞ്ഞു പറ്റിച്ചു എന്നുള്ളതൊന്നും നിങ്ങൾ കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയൊരു കുറ്റമായിട്ടൊന്നും കാണില്ല. പക്ഷേ ഇവരുടെ മോളെ നിങ്ങൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കുറ്റമാണ്, സ്ത്രീ പീഡനത്തിന്റെ വകുപ്പിൽ വരുന്നതാണ്. ശ്രീദേവി നിങ്ങളോട് നുണ പറഞ്ഞു എന്ന കാരണം കൊണ്ട് ശ്രീദേവി ഉപദ്രവിക്കാനുള്ള യാതൊരു അവകാശവും നിങ്ങൾക്ക് ആർക്കും ഇല്ല. ഇതൊക്കെ ഇവർ കോടതി പോയി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലമാണ് നിങ്ങൾ എല്ലാവരും ജയിലിൽ കഴിയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ, അയ്യോ ഞങ്ങൾ ആരും അതിന് അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആനന്ദ് കൂടെ പറയാണ്, എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് മാഡം, അവളോട് നല്ല വെറുപ്പും തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും അവളെ ഉപദ്രവിക്കാൻ ഞാനൊന്ന് കൈ ഉയർത്തുക പോലും ചെയ്തിട്ടില്ല. എന്റെ അച്ഛൻ എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരല്ല ഞങ്ങൾ ആരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകല പറയാണ് കേട്ടോ, ഓ എന്റെ മോളെ ഉപദ്രവിച്ചിട്ടില്ല, നിങ്ങൾ എന്റെ മോളെ ഉപദ്രവിക്കാതെയാണോ അവൾക്ക് അബോർഷൻ ആയത്, അവൾക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് 2-3 ദിവസം അവൾ ഹോസ്പിറ്റലിൽ കഴിഞ്ഞത്? എന്നിട്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഞങ്ങളെ ഒന്ന് വിളിച്ചറിയിച്ചോ? ഇല്ലല്ലോ. ഞങ്ങളുടെ മോളെ കാണാൻ അങ്ങോട്ട് പോയപ്പോഴാണ് മാഡം ഈ വിവരമൊക്കെ അറിയുന്നത്, അല്ലാതെ ഇവരാരും ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ ദേവമംഗലംകാരൊന്ന് തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സംഗതി ആ പറഞ്ഞത് സത്യമാണല്ലോ. ദേവിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതും ഒന്നും ഇവരാരും തന്നെ ശ്രീകലയെയോ ഉദയഭാനുവിനെ വിളിച്ച് അറിയിച്ചിട്ടില്ല. കാരണം എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ അറിയിച്ചിട്ടില്ല. ഉദയഭാനു ശ്രീദേവിയെ കാണാൻ ഇവരുടെ വീട്ടിലേക്ക് വന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യമൊക്കെ ഇവർ പറയുന്നത്. അതുവരെ ഇവർ അറിഞ്ഞിട്ടില്ല ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള ശരിയായ കഥയും ഈ ഉദയഭാനുവിനും ശ്രീകലയ്ക്കും ഇതുവരെ അറിയില്ല. വഴിക്ക് വീണു എന്നൊക്കെയാണ് ഇവരും വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഗതി ഇവിടെ ഉപയോഗിക്കുകയാണ് ഈ ശ്രീകല. ഇവരാരും ഉപദ്രവിക്കാതെയാണോ എൻ്റെ മോൾക്ക് അങ്ങനെ ആയത് എന്നൊക്കെ പറയുമ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, ഇതിനെന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ആ പെൺകുട്ടിക്ക് എങ്ങനെയാ അബോർഷൻ ആയത്, സത്യം പറയേ എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ മാഡം ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കണം, അന്ന് നടന്നതൊക്കെ മറ്റൊന്നാണ്, ഞങ്ങൾ ആരും അവളെ ഉപദ്രവിച്ചിട്ടില്ല. അന്ന് എന്താ നടന്നതെന്ന് വെച്ചാൽ എന്നും പറഞ്ഞ് ഗോമതി ഇങ്ങനെ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ വരികയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മിത്ര തടയാണ്, അപ്പച്ചി ഒരു മിനിറ്റ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് മിത്ര ഇങ്ങനെ തടയുന്നു. എന്നിട്ട് മിത്ര ബാക്കി കാര്യങ്ങൾ ഇൻസ്പെക്ടറോട് പറയാണ് കേട്ടോ, മാഡം അന്ന് എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞു തരാം. ദേവിയേട്ടത്തി പ്രഗ്നന്റ് ആയ അന്ന് മുതൽ ദേവിയേട്ടത്തിയെ ഞങ്ങളെല്ലാവരും നന്നായിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. ദേവിയേട്ടത്തി വീട്ടിനകത്ത് എവിടെയാണെങ്കിലും പിന്നാലെ നടന്ന് നോക്കാൻ അപ്പച്ചി എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ എൻ്റെ കണ്ണൊന്ന് തെറ്റിപ്പോയി. ആ സമയത്ത് ദേവിയേട്ടത്തി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാറ്റിൽ ചവിട്ടി വഴുക്കി വീഴുമായിരുന്നു. സോഫയിൽ പോയി ഇടിച്ചു വീണതുകൊണ്ടാണ് ദേവിയേട്ടത്തിക്ക് ഇങ്ങനെ സംഭവിച്ചത്, അല്ലാതെ ഞങ്ങൾ ആരും ദേവിയേട്ടത്തി ഉപദ്രവിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ, അയ്യോ കള്ളത്തരം, ഇവരെല്ലാവരും കൂടെ കഥ ഉണ്ടാക്കി പറയാണ് മാഡം, എൻ്റെ മോളെ ഇവർ ഉപദ്രവിച്ചത് തന്നെയാണ്, ഇതൊന്നും വിശ്വസിക്കരുത് എന്നൊക്കെ ശ്രീകല ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളൊന്ന് ബഹളം വയ്ക്കാതിരിക്കുക, ഞാൻ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ ഇൻസ്പെക്ടർ ഇവരോട് വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ, ദേവിയെ ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്, ഏത് ഡോക്ടറാ ട്രീറ്റ്മെന്റ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ ഹോസ്പിറ്റലിന്റെ പേരും ഡോക്ടറുടെ പേരും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്പെക്ടർ ഇവരോട് പറയാണ്, ദേവിയുടെ അന്നത്തെ മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് ഇപ്പം തന്നെ ഉടനെ എനിക്ക് കാണണം, നിങ്ങൾ ആരെങ്കിലും വിളിച്ച് പറഞ്ഞ് അതൊന്ന് ഇവിടെ എത്തിക്കാൻ പറയും എന്ന് പറയുമ്പോൾ മീനു മാത്രമാണ് പുറത്തുള്ളത്. അങ്ങനെ ഗോമതിയുടെ ഫോണിൽ നിന്ന് മീനുവിനെ വിളിച്ച് ഇങ്ങനെ മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ ഇവിടെ ആവശ്യമുണ്ടെന്ന് പറയുന്നു. മീനു ഒക്കെ പറയുമ്പോൾ, അമ്മ പേടിക്കാതിരിക്കുക, ഞാൻ ഇപ്പം തന്നെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് മീനു ദേവിയുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ എടുത്തുകൊണ്ട് സ്റ്റേഷനിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ മീനു ഇതെല്ലാം ഇൻസ്പെക്ടർക്ക് കൊടുക്കുന്നു. ഇൻസ്പെക്ടർ അത് വായിച്ചു നോക്കുമ്പോൾ തന്നെ ഇൻസ്പെക്ടർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. എവിടെയോ ബലമായിട്ട് പോയി ഇടിച്ചു വീണത് കൊണ്ടാണ് ദേവിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യം അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം തന്നെ ഈ ഇൻസ്പെക്ടർ ആ ഡോക്ടറുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നു, ഫോൺ നമ്പറൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അപ്പം തന്നെ അവിടെ വെച്ച് തന്നെ ഈ ഡോക്ടറെ വിളിച്ച് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ടറോട് പറയുന്നു. അങ്ങനെ ഇൻസ്പെക്ടർ ഫോൺ വെച്ച ശേഷം പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ എണീറ്റ് ദേവമംഗലംകാരോട് ദേഷ്യപ്പെട്ട്
സംസാരിക്കാൻ കേട്ടോ. നിങ്ങൾ ആരും ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല അല്ലേ? എവിടെയോ ബലമായിട്ട് ഇടിച്ചു വീണതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. വെറുതെ വഴുക്കി വീണാലൊന്നും അത്രയും ബലമായിട്ട് ഇടിക്കില്ല, ആരെങ്കിലും പിടിച്ച് തള്ളിയതാവാനാണ് ചാൻസ് എന്നാണ് ഡോക്ടർ പറയുന്നത്. നിങ്ങൾ എന്റെ മുമ്പിൽ നാടകം കളിക്കുകയാണോ? സത്യം പറ, ആരാ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചത്? നിങ്ങളാണോ അതോ നീയാണോടാ എന്നൊക്കെ ഗോമതിയോടും ആനന്ദിനോടൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ അയ്യോ ഞങ്ങളല്ല അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മീനു പെട്ടെന്ന് ഇൻസ്പെക്ടറോട് പറയാണ് കേട്ടോ, മാഡം ഞാൻ ഈ പറയുന്ന കാര്യം മാഡം ഒന്ന് പരിഗണിക്കണം. മാഡം ഇപ്പൊ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷെ കാര്യങ്ങളൊന്നും ഒരിക്കലും മാഡം വിചാരിക്കുന്നത് പോലെയല്ല. അന്ന് സംഭവിച്ചത് മറ്റൊരു കാര്യമാണ്. അതെന്താണെന്ന് ഞാനിപ്പോ പറഞ്ഞാലും മാഡം വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ അനുഭവിച്ച ആള് ദേവിയേട്ടത്തിയാണല്ലോ, ആ ദേവിയേട്ടത്തി തന്നെ ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയട്ടെ. ആദ്യം മുതലേ ഞാൻ കേൾക്കുന്നതാണ് ശ്രീദേവി പരാതി തന്നു, ശ്രീദേവി പരാതിയിൽ ഒപ്പിട്ടു എന്നൊക്കെ. പക്ഷെ ഇതൊന്നും അല്ലാതെ ഈ പറഞ്ഞ ശ്രീദേവിയെ ഈ നിമിഷം വരെ ഇവിടെ കണ്ടിട്ടില്ല. അവര് തന്ന പരാതിയുടെ പേരില് മാഡം ഇവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നു. പക്ഷെ ഈ പറഞ്ഞ ശ്രീദേവിയെ മാഡം പോലും ഇത്ര നേരമായിട്ട് ഒരു തവണ കണ്ടോ? ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇൻസ്പെക്ടർ ഇങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ് കേട്ടോ. ശരിയാണ്, ശ്രീദേവി പരാതി തന്നിട്ടുണ്ട്, ഈ കാര്യങ്ങൾക്കൊക്കെ വിക്ടിമായത് ശ്രീദേവിയാണ്. പക്ഷെ ഈ പറഞ്ഞ ശ്രീദേവിയെ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല, ഈ മാഡം പോലും കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് തന്നെ അറിയില്ല. അപ്പൊ അതൊക്കെ മാഡം ഇങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ്. അപ്പൊ മീനു പറയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാഡം, ഇപ്പോ കേസ് ഇത്രയും സീരിയസ് ആയിട്ട് പോയ സ്ഥിതിക്ക് ഉപദ്രവിച്ചു, അബോർഷനായി എന്നൊക്കെയല്ലേ പറയുന്നത്. ഇത്രയും വലിയ വലിയ കാര്യങ്ങളാവുമ്പോൾ അതിന് ഈ ശ്രീദേവി തന്നെ അനുഭവിച്ചത് എന്താണെന്ന് ഇവിടെ വന്ന് നേരിട്ട് പറഞ്ഞാലേ മാഡത്തിന് കാര്യങ്ങളൊക്കെ ബോധ്യമാവുള്ളൂ. അതുകൊണ്ട് ദേവിയേട്ടത്തെ ഇപ്പൊ തന്നെ ഇവിടെ വിളിച്ചു വരുത്തണം മാഡം. എന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് പറയണമെന്നൊന്നുമില്ല. ദേവിയേട്ടത്തിയോട് മാഡം ഒറ്റയ്ക്ക് സംസാരിച്ചാലും മതി. അവർക്ക് പറയാനുള്ളത് എന്താന്ന് കേട്ടതിന് ശേഷം മാഡത്തിന് ഇഷ്ടമുള്ളത് തീരുമാനിച്ചോളൂ എന്നൊക്കെ മീനു പറയുമ്പോൾ മാഡം ആലോചിക്കുകയാണ്, അതും ശരിയാണല്ലോ എന്നൊക്കെ. അങ്ങനെ ശ്രീകലയ്ക്ക് അവിടെ നിന്ന് കയ്യും കാലും ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോ മാഡം, ഈ പെണ്ണ് പലതും പറയും, അതൊന്നും വിശ്വസിക്കരുത് മാഡം. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ അവൾക്ക് പനിയാ, അവൾ കിടപ്പില്ല, ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ പോലും ആരുടെയെങ്കിലും സഹായം വേണം. അങ്ങനെയുള്ള പെൺകുട്ടിയെ ഞങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാനാ? അത്രയ്ക്ക് അവളെ ദ്രോഹിച്ചിട്ടുണ്ട് മാഡം, അതുകൊണ്ടാണ് അവൾ ഈ അവസ്ഥയിലായത് എന്നൊക്കെ പറയുമ്പോൾ, എന്നാൽ പിന്നെ നിങ്ങളുടെ മോള് എണീറ്റ് നടക്കാറായതിനു ശേഷം കേസെടുക്കാം, അതുവരെ ഇവരെയൊക്കെ പറഞ്ഞു വിടാം, എന്താ പോരെ എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ അങ്ങനെ പറയരുത് മാഡം എന്നൊക്കെ പറയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മോളെ എങ്ങനെയാണെങ്കിലും ആംബുലൻസ് വിളിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ ഇവിടെ എത്തിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ പിന്നാലെ വരുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ മോള് ഇപ്പോൾ ഇവിടെ വന്നേ പറ്റൂ, പോയി നിങ്ങളുടെ മോളെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറയുമ്പോൾ, ആ ശരി മാഡം, അവൾക്ക് ഒറ്റയ്ക്ക് വരാനാവില്ല, ഞങ്ങൾ പോയി വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ശ്രീകലയും ഉദയഭാനും അവിടെ നിന്ന് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഇങ്ങനെ ദേവമംഗലകാരെ നോക്കിയിട്ട് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും ശ്രീദേവിയെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വരാൻ പോവാണ് കേട്ടോ. അങ്ങനെ അവസാനം ദേവി സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ ദേവമംഗലകാരൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ ദേവിക്ക് വല്ലാത്ത സങ്കടമൊക്കെ വരുന്നുണ്ട്. ഗോമതിയും ആനന്ദൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് ദേവിയെ. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇൻസ്പെക്ടർ ദേവിയോട് ചോദിക്കുകയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമല്ലേ? നിങ്ങൾ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയൊക്കെ ആ വീട്ടിൽ നിന്ന് ക്രൂരതകൾ അനുഭവിച്ചതൊക്കെ സത്യമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവി ഇങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇവരുടെ ഉപദ്രവം കാരണമാണോ നിങ്ങൾക്ക് അബോർഷൻ ആയത് എന്നൊക്കെ ഇൻസ്പെക്ടർ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീകല അടുത്തുനിന്ന് അതേന്ന് പറയടി, നിന്നെ എന്തിനും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? അതേന്ന് പറയാനല്ലേ പറഞ്ഞത്, ആനന്ദിനെ വേണോ എന്നൊക്കെ ഇങ്ങനെ ഇടയിൽ കൂടെ പറഞ്ഞ് ഭീഷണി മുടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ദേവമംഗലകാരുടെയൊക്കെ മുഖം കാണുമ്പോൾ ദേവിക്ക് ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ തോന്നുന്നില്ല. സ്ത്രീധനം ചോദിച്ചോ പീഡിപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെ ദേവി മിണ്ടാതെ നിന്നത് മാത്രമേ ഉള്ളൂ. അവസാനം ഈ അബോർഷന്റെ കാര്യം ചോദിക്കുമ്പോഴാണ് ദേവി പറയുന്നത്, അല്ല അങ്ങനെയൊന്നും അല്ല ഉണ്ടായത്, അന്ന് വീട്ടിലൊരു കള്ളൻ കയറിയതാണ്. കള്ളൻ എന്ന് വെച്ചാൽ ഇത്രയും പെൺകുട്ടികളുള്ള വീടല്ലേ, അതുകൊണ്ട് ഒരുത്തൻ ഞങ്ങൾ ആരും അറിയാതെ ഞങ്ങളുടെ വീടിനകത്ത് കയറി ആ നിൽക്കുന്ന അനുമോളെ അവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ഞാനാണ് അത് കണ്ടത്, ഞാനത് തടയാൻ പോയി. അപ്പോൾ അവൻ എന്നെ തള്ളി വിടുകയായിരുന്നു. അങ്ങനെയാ ഞാൻ സോഫയിൽ ഇടിച്ച് വീണതും എനിക്കിങ്ങനെ സംഭവിച്ചതും എന്നൊക്കെ പറഞ്ഞ് ദേവി അവിടെ നിന്ന് കരയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ഇത് പുതിയ കഥയാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇൻസ്പെക്ടർ ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കേട്ട് ഞെട്ടിപ്പോയി നിൽക്കുന്ന മറ്റൊരാളാരാണ് ചോദിച്ചാൽ നമ്മുടെ ആനന്ദാണ്. ആനന്ദിന് ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെ ആനന്ദിന് ആ സമയത്ത് എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കൂടെ ദേവിയെ ഇങ്ങനെ നോക്കുന്നുമുണ്ട്. ഓ ഈ കാര്യത്തിൽ ഞാൻ തെറ്റിദ്ധരിച്ചതാണല്ലോ എന്നൊരു ചെറിയൊരു കുറ്റബോധം. ഇങ്ങനെയൊക്കെ പറഞ്ഞ ദേവി ദേവമംഗലത്തുകാരെ രക്ഷിക്കാൻ പോവാണോ അതോ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അമ്മ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പറഞ്ഞ് ഈ കുടുംബം തിരിച്ചു കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇവരെയൊക്കെ ജയിലിൽ പിടിച്ചിടാൻ പോവാണോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. താങ്ക് യു, ബൈ.